ബബ്ബ ഭയം ഭക്തി ബഹുമാനം. ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ആൻഡ് ജനപ്രിയ നടൻ ദിലീപ് രണ്ടുപേരുടെ ഒരുമിച്ചുള്ള ഒരു കോംബോ മൂവിയായിരുന്നു ബബബ. ആ പ്രതീക്ഷിച്ചത് ഇത് വർക്കായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർക്കായില്ല. പക്ഷെ ഒരിക്കലും ആ ക്രൂര കുറ്റം പറയില്ല, കാരണം അവർ ഓൾറെഡി പറഞ്ഞിട്ട് ഒരു ലോജിക്കും ഇല്ലാത്ത പടമാണ്. കറക്റ്റാണ്, ഒരു ലോജിക് ആ പടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു പ്രാന്ത് പടമാണ്, കറക്റ്റ് ആണ്, എക്സാക്ട്ലി പ്രാന്ത് പടമാണ്. പിന്നെ ദ വേൾഡ് ഓഫ് മാഡ്നസ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ്, കറക്റ്റ്. അതൊക്കെ അവർ പറഞ്ഞത് പക്ക കറക്റ്റ് ആണ്. കാരണം നമ്മള് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ട്രോമയായിരിക്കും, നമുക്കും ഒരു ഭ്രാന്തായതാണോ അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തായതാണോ, ഇവിടെ ആർക്കാണ് ഭ്രാന്ത് എന്നൊക്കെ തോന്നും. പിന്നെ കോമഡി വർക്കാവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. എനിക്ക് ഈ ജോണർ അത്ര സെറ്റ് ആയില്ല, അതുകൊണ്ട് എനിക്ക് വർക്കായില്ല. പക്ഷെ എനിക്ക് വർക്കായില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് വർക്കാവില്ല എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഇത് ഫാൻ പടമാണ്. ദിലീപ് ഫാൻ അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻ, ഇവർ രണ്ടുപേരുടെയും ഫാൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ പടം നല്ല രീതിക്ക് വർക്കാവും. പക്ഷെ ഇവരിൽ രണ്ടുപേരും അത്ര താല്പര്യം ഇല്ല എന്ന് നിങ്ങൾക്ക് ഈ പടം വർക്കാവില്ല. പിന്നെ ഒരുപാട് പണ്ടത്തെ റെഫറൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മൂവി സ്പൂഫ് ആയിരുന്നു ചെയ്തത്. അപ്പം അതെല്ലാത്തിന്റെയും ഒരു അവിയല് പരിവം. പക്ഷെ അവിയൽ ആവുന്ന സമയത്ത് അതിന്റെ എല്ലാ ചേരുവകളും കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിയൽ ടേസ്റ്റ് ആവത്തുള്ളൂ. പക്ഷെ ഇവിടെ എവിടേക്കോ ചേരുവകൾക്ക് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ അവിയൽ അത്ര ഇന്ത്യക്ക് സെറ്റ് ആയി. അപ്പം നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എനിക്ക് കമന്റ് ചെയ്യൂ.